മലപ്പുറം നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ റിമാൻഡിലായ PV അൻവർ MLA ഇന്ന് ജാമ്യാപേക്ഷ നൽകും. നിലമ്പൂർ CJM കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത അൻവറിനെ രാത്രി 2:15 ജയിലിലേക്ക് മാറ്റിയത്. കൃത്യനിർവഹണം തടയൽ, പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത്. കേസിൽ PV അൻവറാണ് ഒന്നാം പ്രതി. അറസ്റ്റിൽ വൈകിട്ട് DMK പ്രവർത്തകർ നിലമ്പൂരിൽ പ്രതിഷേധിക്കും. അദ്ദേഹത്തെ പറച്ചുപുള്ളിയായിട്ട് പിണറായി ഗവൺമെന്റ് അദ്ദേഹം ഈ ഗവൺമെന്റിനെതിരെ ഉയർത്തിയ ഈ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് എന്ന് കണ്ടപ്പോൾ അതിനെതിരെ അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ കളത്തുറങ്കിലാക്കുന്നതിന് വേണ്ടി പിണറായിയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കൂടി ആഹ്വാനം ചെയ്ത ഒരു അറസ്റ്റാണ് ഇന്നലെ ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിപക്ഷ സംഘടനകളെയും കൂട്ടി പ്രതിപക്ഷത്തിന്റെ ഐക്യത്തോടു കൂടി തന്നെ ഞങ്ങൾ ഇതിനെ നേരിടുമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. മലപ്പുറം ഹൊദായിലെ PV അൻവറിന്റെ വീട്ടിൽ നിന്ന് മുഹമ്മദ് അസ്ലം ചേരുകയാണ്. അസ്ലം, ഇന്നലെ ആ വീട്ടിൽ വെച്ചായിരുന്നു രാത്രി അൻവറിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് സംഘം കൊണ്ടുപോയത്. അവിടെ ഇപ്പോൾ DMK പ്രവർത്തകരുണ്ടോ? അവരുടെ പ്രതികരണം എന്താണ്? ഇന്ന് തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനാണോ തീരുമാനം? PV അൻവറിനെ ഈ വീട്ടിൽ നിന്നാണ് പോലീസ് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. വലിയ തോതിലുള്ള ഒരു പോലീസ് സന്നാഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് PV അൻവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. സ്വാഭാവികമായും അത് ഇന്നലെ നടന്ന DFO ഓഫീസിലെ ഒരു പ്രതിഷേധം മാത്രമല്ല, പകരം സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടത്തിന്റെ കിട്ടിയൊരു അവസരത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയെന്ന് തന്നെയാണ് പൊതുവെ കരുതുന്നത്. എന്തായാലും ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേടാൻ തന്നെയാണ് PV അൻവറിനൊപ്പമുള്ള DMK തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് അവർ നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യം ഓപ്പൺ കോർട്ടിൽ ജാമ്യാപേക്ഷ നൽകും. ഇവിടുന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും PV ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും അവിടുത്തെ കൂട്ട പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. അല്ലെങ്കിൽ അവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയും ചെയ്യും. ഹംസ പറക്കാട്ട് നമ്മളിപ്പോൾ കോർഡിനേറ്റർ ചേരുകയാണ്. ഇപ്പോ ഇത് പോലീസ് നടപടിയിലൊക്കെ ഒരു അമിതമായ വേഗത ഉണ്ടെന്ന കാര്യത്തിൽ സംശയം നിങ്ങൾ ഇന്നലെ പ്രതികരിച്ചിരുന്നു. PV അൻവർ തന്നെയും പറഞ്ഞിരുന്നു. ഇപ്പൊ ജയിലിലേക്ക് കൊണ്ടുപോയത് അടക്കമുള്ള കാര്യങ്ങൾ അപ്പൊ തവനൂരിലേക്കാണ് മാറ്റിയത്. ആ കാര്യങ്ങളിലേക്ക് എങ്ങനെ കാണുന്നത്? ഈ തവന്നൂർ ജയിലിലേക്ക് നിങ്ങൾക്കറിയാം, അദ്ദേഹം നിലമ്പൂരിന് തൊട്ടടുത്ത ജയില് മഞ്ചേരി ജയിലിലാണ്. അദ്ദേഹത്തെ സ്വാഭാവികമായി മാറ്റേണ്ടത് മഞ്ചേരിയിലേക്കാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തെ രാത്രി നമ്മളെല്ലാം പ്രതീക്ഷിച്ചു, നമ്മുടെ പ്രവർത്തകരെല്ലാം മഞ്ചേരി ജയിലിന്റെ പുറത്തും കൂടിയിരുന്നു. പ്രതീക്ഷിച്ചപ്പോൾ പറഞ്ഞാൽ ഇവിടുന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്യണം തവന്നൂർക്ക്. ആ തവന്നൂർ ജയിലിലേക്ക് അതിൽ ഞങ്ങൾക്ക് വളരെ നിഗൂഢത ഈ കാര്യത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് വളരെ ഏറെ ആശങ്കയുണ്ട്. കാരണം PP ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇപ്പോൾ അടച്ചിരിക്കുന്നത് തവന്നൂർ ജയിലിലാണ്. കാരണം കൊടിസൂനിയൊക്കെ പരോള് കിട്ടി കഴിഞ്ഞ ദിവസം പോയത് അവിടെ നിന്നാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ജയിലറയിൽ വെച്ച് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് വളരെ ആശങ്കയുണ്ട്. അത് ഞങ്ങൾ ഇന്ന് കോടതിയെ ബോധ്യപ്പെടുത്തും. തീർച്ചയായിട്ടും ജീവൻ ആശങ്കയുണ്ട്. കാരണം അദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്നാലാണല്ലോ ഇവരുടെ ആരാണ് ഈ ഗവൺമെന്റിനെതിരെ ഇത്ര പരസ്യമായി ഗവൺമെന്റ് ചെയ്യുന്ന ഈ പിണറായിസത്തിനെതിരെ പരസ്യമായി പ്രതികരിച്ച് അദ്ദേഹം 8 വർഷക്കാലം ഈ LDFന്റെ ഭാഗമായി നിന്ന് അദ്ദേഹം പറയുന്ന വേദികളിൽ ആദ്യം പാർട്ടിക്കകത്ത് പറഞ്ഞു, നേരിട്ട് മന്ത്രിമാരോട് പറഞ്ഞു, മുഖ്യമന്ത്രിയോട് പറഞ്ഞു. നടക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളോട് അദ്ദേഹത്തിനുള്ള ബാധ്യത കൊണ്ട് അദ്ദേഹം പുറത്തു പറഞ്ഞത് ഈ കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം അദ്ദേഹത്തോട് ചെയ്യുമെന്നുള്ളതിന് തെളിവാണ് ഇന്നലെ രാത്രി അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത അദ്ദേഹം ഈ നിലമ്പൂർ സ്റ്റേഷനിൽ ഹാജരാകുന്നുള്ളൂ. ഇന്നലെ രാത്രി വീട് വളഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അതിന്റെ പ്രതികാരം മാത്രമാണ്. ഇതിന് എങ്ങനെ ബാക്കി നിങ്ങളുടെ പ്രതിഷേധ പരിപാടികളൊക്കെ എങ്ങനെ നോക്കുന്നത്? ഏതാ നിങ്ങളുടെ പ്രതിഷേധ പരിപാടികളൊക്കെ എങ്ങനെയാണ് കൈകാര്യം? അല്ല, ഞങ്ങൾ പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ ആലോചിച്ച് ചെയ്യുള്ളൂ. കാരണം ഇന്നലെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ അദ്ദേഹത്തെ 2 വട്ടം ഇന്നലെ നിലമ്പൂർ സ്റ്റേഷനിൽ അദ്ദേഹം പോയതാണ് ഈ മറ്റു പ്രതികളെ കാണുന്നതിന്. അപ്പോഴൊന്നും പോലീസോ ഉദ്യോഗസ്ഥന്മാരോ അദ്ദേഹത്തെ കുറിച്ച് സൂചിപ്പിച്ചില്ല. ഇന്നലെ SP വന്നു പോലീസ് സ്റ്റേഷനിൽ, കൂടാതെ 2.5 മണിക്കൂർ SP ഉൾപ്പെടെ വന്നിരുന്നു. തിരുവനന്തപുരത്തെ മേലുദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശപ്രകാരം ആലോചന നടത്തിയാണ് രാത്രി 10-10:30 മണിയോടെ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. അദ്ദേഹം ഇവിടെ വീട് വളഞ്ഞിട്ട് അദ്ദേഹം ഓപ്പണായിട്ട് ചെല്ലണമെന്ന് ചെയ്യും. അങ്ങനെ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തെ വീട് വളഞ്ഞ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മാതിരി അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്താലാണ് ഈ കാര്യങ്ങളൊന്നും പറയാൻ ആളില്ല. പ്രതിപക്ഷം ഇപ്പൊ ഒന്നടങ്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം ഉയർത്തിയ സന്ദേശം ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് കണ്ടപ്പോൾ, ഈ ഗവൺമെന്റിന് ഭീഷണിയാവുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ജയിൽത്തുറങ്കിലാക്കുന്നതിന് വേണ്ടി ചെയ്തൊരു നാടകമാണ്. മറ്റു പ്രതിഷേധങ്ങളുടെ കാര്യം പ്രതിഷേധങ്ങളുടെ കാര്യം ഞങ്ങൾ ഒരു 11 മണിയോടുകൂടി ആലോചിച്ച് തീരുമാനിക്കും.
എന്തായാലും ജാമ്യാപേക്ഷ നിലമ്പൂർ കോടതിയിൽ നൽകും. അതേസമയം തന്നെ മറ്റു പ്രതിഷേധങ്ങളായിട്ട് വൈകിട്ട് 5 മണിക്ക് ഒരു പ്രതിഷേധം നടത്താൻ നേരത്തെ ആലോചിച്ചിരുന്നെങ്കിൽ പോലും അതൊക്കെ തന്നെയും പി.വി. അൻവറുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ നടത്തുള്ളൂ. കാരണം പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ അതിലാരെങ്കിലും നുഴഞ്ഞു കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, അത് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധം ആദ്യം ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതിനിടയിൽ പി.വി. അൻവറുമായിട്ട് കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഒരു പ്രതിഷേധങ്ങളുടെ കാര്യത്തിലേക്ക് പോകൂ. അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് പറയുന്നത് തവനൂർ ജയിലിലേക്ക് മാറ്റിയതിൽ അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാണ്, ആശങ്കയുണ്ട്. TP കേസ് പ്രതികളടക്കമുള്ള ഒരു ജയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നൊരു ആരോപണം കൂടി, ഒരു ആശങ്ക കൂടി DMK നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്.